ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും കേക്കിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടും എടുത്തിട്ടുണ്ടാവുമല്ലേ? എന്നിട്ടും ഈ വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയോളൂ കേട്ടോ. ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്രയും സോഫ്റ്റ് ആണെന്ന്. ഇതൊരു ഡേറ്റ്സിന്റെ കേക്കാണ്. ഇത് ഇത്രയും ടേസ്റ്റും നല്ല സ്പോഞ്ചും മായോ ടേസ്റ്റും ഒക്കെ ആവാൻ കാരണം ഇതിനകത്ത് ഞാനൊരു ട്രിക്ക് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കേക്ക് ഇത്രയും സോഫ്റ്റും സ്പോഞ്ച് പോലെ ആയത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കേക്കിന് കളർ കൊടുക്കാനാണ്. ഈന്തപ്പഴത്തിന്റെ കളർ കിട്ടുമെങ്കിലും ഇതുകൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഡാർക്ക് കളറായിരിക്കും. പഞ്ചസാര ഒന്ന് കരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് അലിഞ്ഞു കിട്ടും. ഇത് കാരമൽ എല്ലാം നല്ലപോലെ അലിഞ്ഞു കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 150 മില്ലി പാല് കൂടി ചേർത്ത് നല്ലപോലെ ചൂടാക്കുക. ചൂടായ പാലിലേക്ക് പിന്നീട് 1/2 കപ്പ് നല്ലപോലെ കുരു കളഞ്ഞ ഡേറ്റ്സ് ചേർക്കണം. ഇത് എണ്ണി നോക്കാൻ പറ്റിയില്ല, കുരു കളഞ്ഞ് വരുമ്പോഴേക്കും ഇത് നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുഴയാത്തതാണെങ്കിൽ നിങ്ങളിത് കുറച്ച് കൂടുതൽ ചേർക്കണേ. നല്ല ചൂട് പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് ആ പാൽ അപ്പോഴും തന്നെ അങ്ങ് അടച്ചു വെക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര. ഇത് നല്ല മധുരം കേട്ടോ, ഡേറ്റ്സിന്റെ മധുരം കൂടെ ഉള്ളതുകൊണ്ട് 3/4 കപ്പ് പഞ്ചസാര നല്ല മധുരമാണ്. അതിലേക്ക് 2 കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക ഇത്രയും കൂടെ ചേർത്ത് ഫൈനായിട്ട് പൊടിച്ചിട്ട് 2 മുട്ട കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലപോലെ ഒന്ന് പതഞ്ഞു വരുന്ന പോലെ അടിച്ചെടുക്കണേ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത്, അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ആ ജാറിലേക്ക് തന്നെ നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി ചേർത്തിട്ട് പാല് സഹിതം ചേർത്ത് അടിച്ചെടുക്കുക. പാലിന് നല്ല ചൂടായിരിക്കും. ചൂടില്ലെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് വേണം അതിലേക്ക് ചേർക്കാൻ. അതും കൂടെ ചേർത്ത് 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ. ഇത് ഇത്രയും വെള്ളമൊന്നും ഉണ്ടെന്ന് വിചാരിച്ചൊന്നും വിചാരിക്കേണ്ട. ഇത് 1 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് അരിച്ചു വെച്ചതാണ്. അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണേ നമ്മുടെ മിക്സിലേക്ക്. അതുപോലെ തന്നെ ഈ മൈദ മിക്സ് ചേർത്ത് കുറേശ്ശെ വേണം മിക്സ് ചെയ്യാൻ. നമ്മുടെ ഈ കേക്കിന്റെ ഏറ്റവും വലിയ സീക്രട്ടാണ് ഞാൻ പറഞ്ഞ ചൂട് പാലും ഈന്തപ്പഴവും കൂടെ ഉള്ള ആ മിക്സ്. അപ്പോൾ അഥവാ ഇനി മിക്സ് ഒന്ന് തണുത്തു പോയാലും ഒന്ന് ചൂടാക്കിയിട്ട് തന്നെ ചേർക്കണേ. അപ്പോൾ അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചേർക്കണം. ചൂട് ചേർക്കുമ്പോഴാണ് ഈ കേക്ക് ഇത്രയും സോഫ്റ്റ് ആവുന്നത്. ഇനി ഇത് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച കേക്ക് ടിന്നിലേക്ക് മാറ്റുക. അപ്പം നിങ്ങൾക്ക് ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വെക്കാം. ഞാനിത് പ്രഷർ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഒരു മീഡിയം ഫ്ലെയിമും ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇട്ടു. അതിനുശേഷം മീഡിയത്തിലേക്ക് മാറ്റി. പിന്നെ ഇടയ്ക്ക് ചൂട് കൂടുതലാണെന്ന് തോന്നുമ്പോൾ അല്പം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നാലും കൂടുതൽ സമയം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. 30 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തു. നല്ല സ്പഞ്ചെന്ന് വെച്ചാൽ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നത്, എനിക്ക് പേടി അത് മുറിഞ്ഞു പോകുമെന്നായിരുന്നു. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്രയും സോഫ്റ്റ് ആണെന്ന്. വളരെ പെട്ടെന്നല്ലേ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തത്. അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് ടേസ്റ്റിനൊന്നും യാതൊരു കുറവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അന്നവിടെ ചൂടോടുകൂടി തന്നെ പലരും കഴിച്ചു. പക്ഷേ ഇത് 1 ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഇത് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് 1 ദിവസം വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.